ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. സോ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ജാവയ്ക്കും ബെഡ്റോക്കിന് ശേഷം നമ്മൾ പുതിയൊരു വെർഷൻ ആയിട്ടുള്ള സീരീസ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. 1.21.24 ആണ്, 1.21.124 ആണ് വെർഷൻ ഗൈസ്. അപ്പോൾ ആ വെർഷനായിട്ടാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. എന്ത് സ്മൂത്താന്ന് നോക്കുക ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെസ് പ്ലേ ഒക്കെ അവൻ്റെ 1.20.80 ആയിരുന്നു ഗൈസ്. അതുകൊണ്ടായിരുന്നു ഞാൻ മറ്റേ ലെസ് പ്ലേ നിർത്തിയത്. പക്ഷേ എന്നാൽ മറ്റേ വേൾഡ് എനിക്ക് കാണുന്നില്ലായിരുന്നു ഗൈസ്, എൻ്റെ ബാക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ എടുത്ത് പോകുന്ന മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ഇതിനെ നിങ്ങൾ സപ്പോർട്ട് തരണം ഗൈസ്. ഓക്കെ, സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ ബോണസ് പെട്ടി ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ബോണസ് പെട്ടി ഒന്ന് തുറന്ന് നോക്കിയേക്കാം. ഓ എന്ത് ലൂട്ടാടാ എൻ്റെ മോനെ. ഒരു ആക്സ് കിട്ടി ഗൈസ്. ആക്സ് അങ്ങ് എടുത്തേക്കാം. ഇത് അങ്ങ് പൊട്ടിച്ചങ്ങ് എടുക്കാം ഗൈസ്. എനിക്ക് സ്മൂത്ത് കേട്ടോ. എനിക്ക് ഞാൻ എൻ്റെ മറ്റേ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു ഗൈസിൻ്റെ ഫോണിൽ, അതെല്ലാം കളഞ്ഞിട്ടാണ് തോന്നുന്നു ഗൈസ്. ഓക്കെ, അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇച്ചിരി വുഡ് നമുക്ക് കളക്ട് ചെയ്യാം ഗൈസ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. ഇരുന്നോട്ടെ ഇച്ചിരി വുഡ്. നമുക്ക് ഇന്ന് ഗൈസ് ഈ വീഡിയോയിലെ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയ വെർഷൻ ആയതുകൊണ്ട് തന്നെ കോപ്പർ ആർമറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു കോപ്പർ ആർമർ സെറ്റൊക്കെ ഉണ്ടാക്കണം. പിന്നെ ടൂൾസും അങ്ങ് സെറ്റാക്കിയേക്കാം. പിന്നെ നമുക്ക് ഇതിന്നൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ കണ്ടുപിടിക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബേസിക്സ് കാര്യം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ വുഡ് ഇപ്പോൾ കട്ട് ചെയ്ത വുഡെല്ലാം പ്ലാങ് ആക്കുന്ന എന്തിനാണ് ഗൈസ്? നമുക്ക് ഇപ്പോഴും ക്രാഫ്റ്റ് ഉണ്ടാക്കാം. പറ്റില്ല ഗൈസ്, ഇത്ര വുഡ് അതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇച്ചിരി വുഡ് നമ്മൾ മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു ക്രാഫ്റ്റ് ടേബിൾ അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. അതെ, അപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇത്ര സ്റ്റിക്ക് നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം. സ്റ്റിക്കുണ്ടോ? അത് 10 സ്റ്റിക്ക് ഇരുന്നിട്ടാണ് ഞാനീ പറയുന്നത്. അതൊരു രക്ഷമാക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതാണ്ട് പെട്ടിയാണ്ട് ഇവിടെ വെച്ചേക്കാം. ഇരിക്കടോ. ആകെ ഇരുന്നായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു പിക്കാക്സ് എന്തിനുണ്ടാകുമെങ്കിൽ പിക്കാക്സ് കിട്ടിയതല്ലേ. അതിന് ടോൺ ടൂൾസിലോട്ട് മാറാം ഗൈസ്. ഞാൻ മണ്ടത്തരം കാണിക്കുന്നു ഗൈസ്. ഓക്കെ, ഞാൻ പിക്കാക്സ് ആയത് ഉണ്ടാക്കിയാൽ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി എന്തായാലും കണക്കായി, കുഴപ്പമില്ല. നമുക്ക് മറ്റേ സ്റ്റോൺ ടൂൾസിലോട്ട് മാറാനുള്ളതല്ലേ എന്തായാലും. അതുകൊണ്ടിരുന്നോട്ട്. കോപ്പർ എൻ്റെ മോനെ സെറ്റ് കേട്ടോ. ഇവിടെ കോപ്പറിൻ്റെ വായി തന്നെ നമ്മൾ പെട്ട് ഗൈസ്. യെസ്, കോപ്പർ വെച്ചൊരു കോപ്പർ ആർമർ ഉണ്ടാകാം ഗൈസ്. നമ്മുടെ ലക്കാണ് ഗൈസ്. കോപ്പർ ആർമർ കുറേ കോപ്പറുണ്ട് കേട്ടോ. ഈ മോജാങ് എന്തായാലും ഒരു കോപ്പർ ഗോളത്തിനെല്ലാം സ്റ്റോൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ ചെയ്യണം ഗൈസ്. അതൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാം. ഇച്ചിരി സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് ഗൈസ് ഫർണാസ് എല്ലാം ഉണ്ടാക്കി ഇച്ചിരി സ്റ്റോൺ ടൂൾസിലോട്ടൊക്കെ മാറട്ടെ. എന്തൊരു കോപ്പറാണോ ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ കേട്ടോ. ഇത്ര കോളുകൾ കിട്ടുകയാണെങ്കിൽ സൂപ്പറായിരുന്നേനെ. എന്തായാലും ഇത്ര കണ്ടിട്ട് തന്നെ വലിയ ലക്ക് തന്നെ ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, ലക്കൊന്നുമില്ല. നമുക്ക് പണ്ടൊക്കെ ഒന്നും പറഞ്ഞില്ല ഗൈസ്. ഒക്കെ ഇനി മണ്ടക്കോട്ടൊന്ന് കയറിയിട്ട് നമുക്ക് മറ്റേ ഇച്ചിരി പിക്കക്സെല്ലാം ഉണ്ടാക്കാം ഗൈസ്. പിക്കക്സെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് മറ്റേ കോപ്പർ നമുക്കങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, എടുക്കാം. ഇതങ്ങ് എടുത്തിട്ട് ഒരു സെറ്റ് ആർമർ ഉണ്ടാക്കാം കേട്ടോ. ആർമറല്ലല്ലോ എന്ത് ഞാനീ പറയുന്നത് ഗൈസ്. ഓക്കെ, ഇതെങ്ങനെയാണ് മുറിക്കുന്നത്? മറന്നുപോയി. അങ്ങനെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കാം. അതിപ്പോൾ പറ്റും. ഞാൻ ഇത് ബെഡ്റോക്ക് ആയാണ് മറന്നുപോയി എല്ലാം കാര്യങ്ങളും. ഓക്കെ, ഒരു ആക്സും കൂടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. പിന്നെ പ്രശ്നം അങ്ങ് തീർന്നില്ലേ. ഓക്കെ ഗൈസ്, ഒരു ഫർണാസ് കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഫർണാസും കൂടെ ആകുമ്പോൾ എല്ലാം റെഡി. ഓക്കെ, താഴോട്ടൊന്ന് കുഴിച്ച് പോയിട്ട് നമുക്ക് ആ കോപ്പർ ഒന്ന് മൈൻ ചെയ്തെടുക്കാം ഗൈസ്. എന്നിട്ട് അതുകൊണ്ട് സ്മെൽറ്റ് ചെയ്തിട്ട് ഇച്ചിരി ആർമർ ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. അവിടെ നിന്ന് കുറേ കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇന്ന് കോപ്പറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഒരു കോപ്പർ മൈൻ ചെയ്യുമ്പോൾ കുറേ കോപ്പർ കിട്ടും ഗൈസ്. അതൊരു നല്ല ഫീച്ചർ തന്നെയാണ് ഗൈസ്. കുറേ കോപ്പർ കിട്ടുന്നുണ്ട് ഗൈസ്. ഇതെല്ലാം ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ ഗൈസ്. എന്നിട്ട് വേണം നമ്മൾ കോപ്പർ ആർമർ ടൂൾസും എല്ലാം ഉണ്ടാക്കാൻ. കോപ്പർ ആർമർ ടൂൾസ് ഉണ്ടാവുമോ? എനിക്കറിയത്തില്ല. അന്നേരം ഉണ്ടായിരിക്കും ഗൈസ്. ഞാൻ മറ്റേ നമ്മുടെ വെർഷനൊക്കെ എടുക്കുമ്പോൾ ഞാൻ കണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, മണ്ടക്കോട്ട് കയറാൻ വേണ്ടി ബ്ലോക്ക് ഇല്ല ഗൈസ്. അതുകൊണ്ട് ബ്ലോക്ക് കൂടെ ഇരിപ്പുണ്ട്. ബ്ലോക്ക് എടുക്കാം ഗൈസ്. ഇങ്ങോട്ട് ബ്ലോക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, ബ്ലോക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഗൈസ്. യെസ്. ഒക്കെ നമ്മുടെ ഫർണാസ് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. 40 കിട്ടിയ ഗൈസ്. എന്നാൽ സെറ്റ് കേട്ടോ. 40 കിട്ടിയ സെറ്റ് ഇവിടെ കൊണ്ട് വെക്കാം. ശരി, ഓക്കെ, ഇവിടെ എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വുഡില്ല ഗൈസ്. അല്ല, ഷീപ്പ്. ഫസ്റ്റ് ഷീപ്പ് ഒരു ബെഡ് ഉണ്ടാക്കണം. തല്ലി കൊന്നേക്കാം. ഞാൻ PvP മാസ്റ്ററാണ് ഗൈസ്. യെസ്, മാസ്റ്ററാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോകാം ഗൈസ്. അവിടെ ഇച്ചിരി വുഡൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം ഗൈസ്. ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. രണ്ടാമത്തെ ബൂള്. യെസ്. എൻ്റെ കീബോർഡ് മൗസ് ഞാൻ മാസ്റ്റർ ആയതില്ല.
ഓക്കെ നമുക്ക് വീണ്ടും ഒരു ഷീപ്പിനെ കിട്ടുമെന്നോ ഇവിടെ എങ്ങാനും ഇല്ല ഗൈസ് അപ്പുറത്തോട്ട് പോകാം ഗൈസ് എന്തായാലും ആ തുഴഞ്ഞ് അങ്ങോട്ട് പോവാം യെസ് എൻ്റെ മോനെ ഓക്കെ നമ്മൾ വെള്ളത്തോട്ട് നമുക്ക് റെസിപ്പി കിട്ടിയിട്ടുണ്ട് മറ്റേ ബോട്ടിൻ്റെ -996 ആണ് കേട്ടോ നമ്മുടെ എന്തോ കോർഡിനേറ്റ്സ് കോപ്പർ ആർമർ ഉണ്ടാക്കിയിട്ട് ഞാനങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു ഗൈസ് ഇനി നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടോ വില്ലേജാണോ ഗൈസ് ഓടാ വില്ലേജ് ആണോ യെസ് ഓ എൻ്റെ ലക്ക് ഞാനത് ചുമ്മാ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എൻ്റെ ലക്ക് ഗൈസ് ഓ മൈ ഗുഡ് ഗൈസ് ഓ മൈ ഗോഡ് ഗുഡോ സോറി ഗോഡ് ഇത്ര ഫുഡ് അങ്ങ് എടുത്തേക്കാം യെസ് നിൽക്കടാ അവിടെ പന്നിക്കുട്ട ടെക്നോപ്ലേയുടെ സോറി എനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡില്ല അതുകൊണ്ടാണ് ഇവിടെ ഞാനത് പെട്ടി ഓർന്നില്ല ഞാൻ പൊട്ടനാ ഗൈസ് പെട്ടി ഓർക്കാം ഗൈസ് ഇവിടെ ഗോൾഡ് ബ്ലോക്കാ എൻ്റെ മോൻ ഇത് OP സീഡാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചുമ്മാ എടുത്ത ഗൈസ് ചുമ്മാ ഒരു റാൻഡം സീഡ് എന്ന് പറയുന്നത് ഇവിടെ ലാവുണ്ട് കേട്ടോ ലാവുണ്ട് നമ്മൾ ചത്ത് കേട്ടോ നമ്മളെല്ലാം പിന്നെ പോവും ഇതെല്ലാം എടുത്തേക്കാം ഗൈസ് അവിടെ മറ്റേ ഇത് ആർമർ കിട്ടി കേട്ടോ ഗോൾഡൻ ആർമർ കിട്ടി എന്തായാലും കോപ്പർ ആർമർ സെറ്റാക്കാം പെട്ടിയുടെ ഒരു ക്ഷാമില്ലാത്തതുകൊണ്ട് പെട്ടിയുടെ ആവശ്യമില്ല നമുക്ക് ഓടിപ്പോടാ ഞാൻ എന്ത് കാണിക്കുക നമ്മുടെ ആർമർ അങ്ങ് എടുത്തിട്ടേക്കാം ആർമർ അങ്ങ് ഇട്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ ആർമർ ഇട്ടപ്പോൾ ഇച്ചിരി സേഫ്റ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹേബിയിലൊക്കെ നമുക്ക് ഓഫ് ക്യാമറയൊക്കെ സെറ്റാക്കാം ഗൈസ് ഇപ്പോൾ എനിക്ക് ഇച്ചിരി വുഡിൻ്റെ ആവശ്യമുണ്ട് വുഡിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ഹ്യൂമനെ എന്തായാലും നമ്മുടെ വില്ലേജർ പോവും എന്തായാലും കുഴപ്പമില്ല എന്തായാലും അവന്മാരെ ഊറ്റിയത് കൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇൻവെർട്ടർ എടുത്തേ ഇൻവെർട്ടർ എടുക്കാൻ പോലും പറ്റുന്നില്ല അത് കഷ്ടമാണ് എന്ത് ഞാനിപ്പോൾ മൈനസ് വുഡ് എന്ത് ചെയ്യുന്നുണ്ട് എടുക്കുന്നു ഇതൊന്ന് മൊത്തം ഒന്ന് ഇതാക്കട്ടെ ഓക്കെ എൻ്റെ ഉണ്ടായിരുന്നു ഗൈസ് എന്ത് പോട്ടെ ഞാൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നു എന്തായാലും വന്നത് എന്തായാലും സെറ്റ് കേട്ടോ എനിക്ക് വെച്ചാൽ വില്ലേജും കിട്ടി എന്ത് നല്ല സീഡാടാ എനിക്ക് ഇഷ്ടപ്പെട്ട സീഡ് നിങ്ങൾക്ക് ഈ സീഡ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ് ഓക്കെ ഗൈസ് ഇനി എന്താ പറയുക സ്ലാബ് നമുക്ക് വേണമെങ്കിൽ സ്ലാബ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഇച്ചിരി 24 ഒരു 6 സ്റ്റാക്ക് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് നമുക്ക് നമ്മുടെ ഈ ഫർണാസ് എടുത്ത് ഇങ്ങോട്ടങ്ങ് വെച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമ്മുടെ കോപ്പർ എടുത്തങ്ങ് സ്മെൽറ്റ് ചെയ്യാനങ്ങ് വെക്കാം ഓക്കെ അത് അവിടെ കിടന്ന് സ്മെൽറ്റ് ആവട്ടെ ഒരു ബെഡ് നമുക്ക് എങ്ങനെയും ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ഇമാരുടെ ബെഡ് എന്തായാലും എടുക്കുന്നില്ല ഇച്ചിരി വില്ലേജ് ഇവിടെ ഇരിപ്പുള്ളൂ ഗൈസ് അവിടെ എങ്ങാനും ഒരു ഷീപ്പിനെ അങ്ങ് ഉണ്ടായിരുന്നു ആ ഷീപ്പിന് തല്ലിക്കൊരുന്നെങ്ങാനും എടുക്കാം എടാ ഷീപ്പ് ഡിസ്പോൺ ആയിടാ എന്ത് കഷ്ടമാണ് അവിടെ ഷീപ്പ് ഇരിപ്പുണ്ടാവും അവനെ വാടാ എന്നാ പിടിച്ചോ യെസ് എടാ 3 ഊളായിടാ നമുക്കിനി ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ രാത്രി ഞാൻ പോകും കേട്ടോ രാത്രി ഒന്നും പുറന്നുറങ്ങിയേക്കാം അവന്മാർ വന്ന് നമ്മളെ ഫൈറ്റ് ചെയ്ത് എന്തിനാ ഇത്ര പ്രശ്നമൊന്നും വെറുതെ ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ടാണ് ബെഡിൻ്റെ റെസിപ്പിയൊക്കെ എനിക്കറിയാം ഗൈസ് ചുമ്മാ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ജാവയിൽ പ്രോ ഒന്നല്ല ഗൈസ് ഞാൻ വലിയ വീരുവാതൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ അത്ര പ്രോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ പറയുന്ന അത്ര പ്രോ ഒന്നുമല്ല ഞാൻ എന്തോടിത് അത് ഗ്ലിച്ച് വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മൾ ഫസ്റ്റത്തെ നൈറ്റ് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ് കണ്ടസ്റ്റം എന്തോടാവാത്ത എന്തെങ്കിലും പെട്ടെന്നാവ് മോൺസ്റ്റർ ഇവിടെ അങ്ങനെ സ്പോണായി പിന്നെ തീർന്നതാണ് ഗൈസ് രാത്രി ആയോടാ വാൻഗോളത്തിന് നാളെ തല്ലിക്കൊന്നുമല്ല നമ്മളെ ലൂട്ട് ചെയ്തില്ല പറഞ്ഞ പോലെ കേട്ടോ വില്ലേജ് നമുക്ക് നാളെ ലൂട്ട് ചെയ്യാം ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ കോപ്പർ എത്രയാണോ 8 കോപ്പറായി 8 കോപ്പറൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പോയിട്ട് 8 കോപ്പറിൽ നിന്ന് പോയിട്ട് 8 കോപ്പർ ഉണ്ടാക്കാൻ പറ്റുമോടെ കോപ്പർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് സെറ്റ് മോനെ സെറ്റടാ എന്നെക്കാണ് എന്ത് നല്ല ലുക്കല്ലേ ഗൈസ് അത് അവിടെ കിടന്ന് ആവട്ടെ ഗൈസ് നമുക്ക് മറ്റേ എന്താ പറയുക ലൂട്ട് അടിച്ചിട്ട് വരാം ഈ വില്ലേജ് ഒന്ന് ലൂട്ട് അടിച്ചിട്ട് വരാം ഗൈസ് നമുക്ക് മറ്റേ ഹേബയിലെല്ലാം നല്ല ഓഫ് ക്യാമ്പിൽ വല്ലതും എടുക്കാം ഗൈസ് ഹേബയിലൊക്കെ നല്ല ഫുഡ് ഫാമാണ് ഈ എർലി ഗെയിമിൽ അതുകൊണ്ട് ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് പോകാൻ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കർത്താവേ നല്ല ഡയമണ്ട് പെട്ടി ആക്കണമേ കർത്താവേ കണ്ണടിച്ചത് ഗൈസ് ഒരു മുമ്പിച്ച് ഗൈസ് ഒരു സാധനവും ഇല്ല ഗൈസ് 2 ഹെൽമെറ്റ് എന്തിനാണ് തന്നത് ഞാൻ ഇപ്പോൾ ആരായി നോക്കി ഗൈസ് പിന്നെ ഞാൻ എന്തിനാ പിന്നെ കോപ്പർ ഹെൽമെറ്റ് ഉണ്ടാക്കിയെന്ന് പറ മാര് ചുമ്മാ നമ്മളെ തെറ്റിപ്പിക്കാനായിട്ട് ഒരു ഡയമണ്ട് ഒന്നുകൂടി മാർക്ക് അതും പറ്റത്തില്ല എന്തുവാടേ
ഇത്ര വിശുക്കുമാനായിരുന്നു ഈ മൈൻക്രാഫ്റ്റ്. ഞാനിത് ഇവിടെയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പുറത്തോട്ട് വന്നിട്ട് 6 ബസ്റ്റായി. പുണിച്ചിര 3 ഹെൽമെറ്റ് വില്ലേജിൽ നിന്ന് കിട്ടിയടാ. പോടാ, എന്തുവാടാ അതിനേക്കാൾ നല്ല ഒരു ഡയമണ്ടിങ്ങിൽ തന്നൂടെ ഇവന്മാർക്ക്. പന്ന വില്ലേജ്. നേരത്തെ പറഞ്ഞു ഊപ്പി എന്നല്ലേ ഞാൻ പറഞ്ഞത്, ഒരു കൂപ്പിയല്ല കീപ്പിയല്ല. ഓക്കെ, ഇതായോ നോക്കാം ഗൈസ്. 10 ആയിട്ടുണ്ട്. നമുക്കിനി ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഇനി പൊട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് 3 ഹെൽമെറ്റൊക്കെ ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ നമ്മൾ അയൺ ഹെൽമെറ്റിലോട്ട് മാറിയിട്ടുണ്ട്. അച്ചീവ്മെൻറ്റിൽ കിട്ടടാ, ഒരു അച്ചീവ്മെൻറ്റ് ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. നമുക്ക് ഇതെന്തെങ്കിലും കോപ്പർ എന്തെങ്കിലും ആയോ നോക്കട്ടെ. 2 ആയി. ഓക്കെ, നമ്മുടെ ആർമറിൽ പോയിട്ട് 2 ആർമറുകൾ ഉണ്ടാക്കട്ടെ. ലെഗിൻസ് എന്താണാക്കാൻ പറ്റുക? നെഞ്ചത്തിരുന്ന സാധനം അങ്ങ് ഉണ്ടാക്കിയേക്കാം. നെഞ്ചത്തിരുന്ന സാധനം അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നെഞ്ചത്തിരുന്ന സാധനം എന്ത് ചെയ്യും? ഓക്കെ, നെഞ്ചത്തിരുന്ന സാധനം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ ഒരു പാൻറ്റും കൂടെ ഉണ്ടാക്കാൻ പറ്റും. ഒരു പാൻറ്റും കൂടെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് നമ്മുടെ ഹാഫ് ആർമർ സെറ്റായിട്ടുണ്ട്. ഹാഫല്ല, നല്ലൊരു ആർമർ സെറ്റായിട്ടുണ്ട്. നമുക്ക് കോപ്പർ മൊത്തം അങ്ങ് ഉണ്ടാക്കാം. അയ്യോ ഇവിടെ ഞാൻ പോലും അറിയാതൊരു ക്രീപ്പർ. ഇതെന്തോടാ ഞാൻ ഇവിടെ ഏതോ ഒരു ക്രീപ്പർ വന്നെ പൊട്ടിച്ചോടാ. ഈ പന്നന്മാർക്ക് ഒരു പണിയില്ല, ഇപ്പോഴല്ല ഇറങ്ങി വരുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നേ. എടാ ബേബി സോംബി. അയ്യോ, അവനെങ്ങാനും വന്നാൽ ഇപ്പം തീർന്നെന്ന് പറഞ്ഞാൽ മതി. ഏതോ കേവിൻ്റെ വായിലാണ് പെട്ടത് കഴിച്ച്. ഞാൻ ഇതങ്ങ് ക്യൂ അടിച്ച് കളഞ്ഞേക്കാം. വേണ്ട സാധനം എല്ലാം കളയാം, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പോണ ഇവിടുന്ന് ഞാൻ പോണ ഇവിടുന്ന്. ഇത്ര ആവശ്യമില്ല, പോവാം. ഞാൻ ഇവിടുന്ന് പോകുന്നേ. ഞാൻ വില്ലേജിലേ ഇല്ലേ. പന്ന വില്ലേജ് ഗൈസ്. അങ്ങനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് വേണ്ട സാധനം എന്താ ഉള്ളത്? എടാ എനിക്കിപ്പോൾ എപ്പോൾ കിട്ടിയിടതെല്ലാം ദൈവത്തിൻ്റെ അതെല്ലാം പോട്ടെ. നമുക്ക് ഇവിടെ എങ്ങാനും ഒരു തമ്പടിക്കട്ടെ. 2 ഓപ്ഷൻ അങ്ങാണ്ട് കിട്ടിയ ഗൈസ്. ഇത് 2 അങ്ങനെ റീപ്ലേസ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് പിന്നെ എങ്ങാനും നമുക്ക് ഹേബിൽ അങ്ങ് എടുക്കാം ഗൈസ്. ഈ വീടിനകത്ത് നിൽക്കുന്നതൊക്കെ സേഫ് ഗൈസ്. ഒരു ജട്ടിയും പ്രൊഫസറും ഒന്നും ഇല്ല ഗൈസ്. നമ്മളെ ഇപ്പോൾ അങ്ങനെ ഇത് ഈ ആർബർ ഇല്ലായിരുന്നു നമ്മളെ എല്ലാം പൊട്ടിപ്പോയേനെ ഗൈസ്. ഞങ്ങളിപ്പോൾ ചത്ത് പറയുന്നില്ല, എല്ലാം നമ്മളെ പോയേനെ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഒരു ബൂട്ട് കൂടെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഗോളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിടിച്ചിട്ട് ഇതെന്ത് മിസ്ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നോക്കുമായിരുന്നെങ്കിൽ ഇതെന്ത് ലുക്കടാ എൻ്റെ. സെറ്റ്. നമ്മുടെ ഹെൽമെറ്റ് കൂടെ അങ്ങ് ഇട്ട് നോക്കട്ടെ ഗൈസ്. ഓക്കെ, എന്നെ കാണാൻ സുന്ദരനല്ലേ. ഇനി നോക്കൂ പെണ്ണി ഗൈസ്. അപ്പോൾ ഇവിടെ ഇത്ര ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.